First question, why was the young seagull afraid to fly? എന്തുകൊണ്ടാണ് ആ ചെറിയ സീഗളിന് പറക്കാൻ പറ്റാതെ വന്നത്, അല്ലെങ്കിൽ പറക്കാൻ പേടി എന്തുകൊണ്ടാണ്? The young seagull is afraid to fly because he thought that his wings would never support him while flying, even though his wings are larger and stronger than the others. അപ്പോൾ ആ ചെറിയ സീഗളിന് പറക്കാൻ പേടിയായിരുന്നു. ബിക്കോസ് ഹി തോട്ട് ദാറ്റ്, കാരണം അവൻ വിചാരിച്ചു ഹിസ് വിങ്സ് വുഡ് നെവർ സപ്പോർട്ട് ഹിം, അവൻ്റെ ചിറകുകൾ അവനെ സപ്പോർട്ട് ചെയ്യില്ല എന്ന് വിചാരിച്ചു വൈൽ ഫ്ലൈയിങ്. ഇപ്പോൾ പറക്കുന്നതിൻ്റെ ഇടയിൽ തൻ്റെ ചിറകുകൾ തന്നെ സപ്പോർട്ട് ചെയ്യില്ല എന്ന് വിചാരിച്ചു. അവൻ്റെ ചിറകുകൾ വലുതുമാണ്, ശക്തിയുള്ളതുമാണ്. എന്നിട്ടും അവൻ വിചാരിച്ചത് എന്താണ്? പറക്കുന്നതിൻ്റെ ഇടയിൽ തൻ്റെ ചിറകുകൾ തന്നെ സപ്പോർട്ട് ചെയ്യില്ല എന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് സീഗളിന് പറക്കാൻ പേടിയുള്ളത്. നൗ സെക്കൻഡ് ക്വസ്റ്റ്യൻ, what did the parents do to motivate the young bird when it failed to muster up enough courage to fly? അപ്പോൾ എന്താണ് സീഗളിൻ്റെ പേരൻസ് ചെയ്തത്? അതായത് സീഗളിന് പറക്കാൻ പേടിയായിട്ടിരുന്നപ്പോൾ അവന് ധൈര്യം കൂട്ടാനായിട്ട് സീഗളിൻ്റെ പേരൻസ് എന്താണ് ചെയ്തത്? The young bird's father and mother have tried their best to encourage him to make him fly. അപ്പോൾ യങ് സീഗളിൻ്റെ അച്ഛനും അമ്മയും അവരുടെ മാക്സിമം സീഗളിനെ എൻകറേജ് ചെയ്യാനായിട്ട്, പ്രോത്സാഹിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. They had come around calling him shrilly, scolding him, even threatened to starve him unless he flew away. അവൻ്റെ അടുത്ത് വന്നിട്ട് ബഹളം വെച്ച് നോക്കി, വഴക്ക് പറഞ്ഞു നോക്കി, ഈവൻ ത്രട്ടൻഡ് എന്ന് പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തി നോക്കി. എന്ത് പറഞ്ഞാണ് ഭീഷണിപ്പെടുത്തിയത്? ടു സ്റ്റാർവ് ഹിം, അവനെ പട്ടിണിക്കിടുമെന്ന് ഭീഷണിപ്പെടുത്തി നോക്കി. നീ പറഞ്ഞില്ലെങ്കിൽ നിന്നെ പട്ടിണിക്കിടുമെന്ന് ഭീഷണിപ്പെടുത്തി നോക്കി. അങ്ങനെയൊക്കെയാണ് ആ സീഗളിൻ്റെ പാരൻസ് സീഗളിനെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചത്. നൗ തേർഡ് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് the parents support and encourage the young seagulls brothers and sisters? എങ്ങനെയാണ് സീഗളിൻ്റെ ബ്രദേഴ്സിനെയും സിസ്റ്റേഴ്സിനെയും പേരൻസ് സപ്പോർട്ട് ചെയ്തത്? The parents supported and encouraged the young seagulls brothers and sisters for perfecting them in the art of flight. അപ്പം പേരൻസ് എന്ത് ചെയ്തു? സപ്പോർട്ട് ചെയ്തു, എൻകറേജ് ചെയ്തു ഈ യങ് സീഗളിൻ്റെ ബ്രദേഴ്സിനെയും സിസ്റ്ററിനെയും ഫോർ പെർഫെക്റ്റിംഗ് ദം ഇൻ ദ ആർട്ട് ഓഫ് ഫ്ലൈറ്റ്. പറക്കുന്ന ആ ഒരു കല പഠിപ്പിക്കാൻ, അത് പെർഫെക്റ്റ് ചെയ്യിപ്പിക്കാനായിട്ട് അവർ സപ്പോർട്ട് ചെയ്തു. ദേ ടോട്ട് ദം ഹൗ ടു സ്കിം ദ വേവ്സ്, എങ്ങനെ വേവ്സിലൂടെ സ്കിം ചെയ്ത് പോവുക, എങ്ങനെ വേവ്സിലൂടെ പോവുക എന്നത് പഠിപ്പിച്ചു. ഹൗ ടു ഡൈവ് ഫോർ ഫിഷ്, എങ്ങനെയാണ് ഫിഷിനെ ഡൈവ് ചെയ്ത് ഫിഷ് പൊങ്ങി വരുമ്പോൾ അതിനെ എങ്ങനെ പിടിക്കാം വെള്ളത്തിൽ നിന്ന് എന്ന് പഠിപ്പിച്ചു. Now fourth question, cite an instance which shows the pathetic condition of the young bird. ഇപ്പോൾ യങ് ബേർഡിൻ്റെ പതറ്റിക് കണ്ടീഷൻ കാണിക്കുന്ന ഒരു ഇൻസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എക്സാമ്പിളാണ്, ഒരു ഉദാഹരണം കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ദ യങ് വേർഡ് വാസിൻ്റെ പതറ്റിക് കണ്ടീഷൻ. അപ്പോൾ ആ യങ് ബേർഡ് അത് ഒരു നിസ്സഹായ അവസ്ഥയിലായിരുന്നു. ഹി ഹാഡ് നത്തിങ് ടു ഈറ്റ്, അവന് കഴിക്കാനൊന്നും ഇല്ലായിരുന്നു. ആൻഡ് ക്യാൻറ്റ് ബെയർ ദ ഹീറ്റ് ഓഫ് ദ സൺ, അതുപോലെ തന്നെ സൂര്യൻ്റെ ചൂട് സഹിക്കാൻ പറ്റാത്തതായിരുന്നു. ഹി ഹാഡ് സെർച്ച്ഡ് ഫോർ ഫുഡ് എവറിവെയർ, അപ്പോൾ എല്ലായിടത്തും ഫുഡ് സെർച്ച് ചെയ്തു. ഈവൻ ദ നെസ്റ്റ് വെർ ഹി ആൻഡ് ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ ഹാഡ് ബീൻ ഹാച്ച്ഡ് മീൻസ് വിരിയുക എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ എന്താണ്, അവൻ എല്ലായിടത്തും ഫുഡ് സെർച്ച് ചെയ്ത് നോക്കി. ഈവൻ അവനും അവൻ്റെ സിസ്റ്ററും ബ്രദറും എല്ലാം വിരിഞ്ഞ നെസ്റ്റിൽ വരെ ഫുഡിനെ സെർച്ച് ചെയ്ത് നോക്കി. ബട്ട് ദെയർ വാസ് നോട്ട് എ സിംഗിൾ സ്ക്രാപ്പ് ഓഫ് ഫുഡ് ലെഫ്റ്റ്, ഒരു തുള്ളിപ്പോലും ഫുഡ് അവിടെ ലെഫ്റ്റ് ചെയ്തിരുന്നില്ല. ഇതായിരുന്നു ആ പതറ്റിക് കണ്ടീഷൻ്റെ എക്സാമ്പിൾ. അവൻ എല്ലായിടത്തും നടന്ന് ഫുഡ് സെർച്ച് ചെയ്ത് നോക്കുന്നു, അതായിരുന്നു ആ പതറ്റിക് കണ്ടീഷന് എക്സാമ്പിൾ. Now fifth question, how did the bird try to reach its parents without having to fly? പറക്കാതെ എങ്ങനെ പേരൻസിൻ്റെ അടുത്തെത്താൻ വേണ്ടിയിട്ടാണ് ഈ ബേർഡ് നോക്കിയത്? The bird tried to reach its parents by trotting back and forth from one end of the ledge to the other, his long grey legs stepping daintily, trying to find some means of reaching his parents without having to fly. അപ്പോൾ മുന്നോട്ടും പുറകോട്ടും നീങ്ങി പാരൻസിൻ്റെ അടുത്തേക്ക്, ആ ലെഡ്ജിൽ നിന്ന് മറ്റൊരു ലെഡ്ജിലേക്ക് പറക്കാനല്ല നടന്നു പോകാൻ പറ്റുമോ എന്ന് ഈ ബേർഡ് നോക്കി. പിന്നെ അവൻ്റെ ഗ്രേ ലെഗ്സ്, അതായത് ഗ്രേ കളറിലെ കാലുകൾ എന്താണ് പറക്കാതെ നടന്ന് എങ്ങനെങ്കിലും പേരൻസിൻ്റെ അടുത്ത് എത്താമോ എന്നുള്ള എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കുന്നു.
but he saw only the steep precipices on earth either side, and between him and his parents there was a deep and wide crack. അപ്പം അവനെങ്ങും പോകാൻ പറ്റുന്നില്ല, കാരണം അവൻ്റെ പേരൻസിൻ്റെ ഇടയിൽ ഒരു ക്രാക്ക് ഉണ്ട്. ക്രാക്ക് എന്ന് പറയുമ്പോൾ ഒരു വിള്ളലുണ്ട്. അതുകൊണ്ട് അവന് പറന്നല്ലാതെ ഒരിക്കലും പേരൻസിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല. Now, sixth question. Why could the seagull not succeed in its attempt? എന്തുകൊണ്ടാണ് സീഗളിൽ തൻ്റെ അറ്റംപ്റ്റിൽ സക്സീഡ് ആവാതിരുന്നത്, വിജയിക്കാതിരുന്നത്? The seagull not succeed in its attempt because there was a deep, wide crack between him and his parents. There was nothing to walk. The seagull has no other way to reach his parents except flying. അപ്പം സീഗളിൽ വിജയിക്കാഞ്ഞത് എന്തുകൊണ്ടാണ്? സീഗൾ നോട്ട് സക്സീഡ് ഇൻ ഇറ്റ്സ് അറ്റംപ്റ്റ്, അത് ക്വസ്റ്റ്യനിൽ തന്നെയുണ്ട്. ബിക്കോസ് ദർ വാസ് എ ഡീപ്പ്, വളരെ ആഴത്തിലുള്ളതും വൈഡ് ക്രാക്ക്, വലിയൊരു വിള്ളലുമാണ് ഉണ്ടായിരുന്നത്. ബിറ്റ്വീൻ ഹിം ആൻഡ് ഹിസ് പാരൻസ്, അവൻ നിൽക്കുന്ന ലെഡ്ജും അവൻ്റെ പേരൻസ് നിൽക്കുന്ന ലെഡ്ജും തമ്മിൽ വലിയൊരു ഗ്യാപ്പായിരുന്നു ഉണ്ടായിരുന്നത്. ദർ വാസ് നത്തിങ് ടു വാക്ക്, നടന്നു ചെല്ലാനുള്ള ഒരു വഴിയും ഉണ്ടായിരുന്നില്ല. ദ സീഗൾ ഹാസ് നോ അതർ വേ ടു റീച്ച് ഹിസ് പാരൻസ് എക്സെപ്റ്റ് ഫ്ലൈയിങ്, പറക്കുക അല്ലാതെ പാരൻസിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പറ്റില്ല. ഡു യു തിങ്ക് ദാറ്റ് ദ യങ് സീഗൾസ് പാരൻസ് വെർ ക്രൂവൽ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആ യങ് സീഗളിൻ്റെ പേരൻസ് ക്രൂരരാണെന്ന്? നോ, ദ യങ് സീഗൾസ് പാരൻസ് വെർ നോട്ട് ക്രൂവൽ. യങ് സീഗളിൻ്റെ പാരൻസ് എന്തല്ല, അത്രേ ദുഷ്ടരൊന്നും അല്ല. ദേ ബിഹേവ് ലൈക്ക് ദിസ് ഇൻ ഓർഡർ ടു മോട്ടിവേറ്റ് ദ ബേർഡ്. ഇങ്ങനെ ബിഹേവ് ചെയ്ത എന്തിനു വേണ്ടിയിട്ടാണ്? ടു മോട്ടിവേറ്റ്, ആ ബേർഡിനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്തത്. ക്യാൻ യു ജസ്റ്റിഫൈ ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ പാരൻസ്? യെസ്, ബിക്കോസ് യങ് സീഗൾസ് പാരൻസ് വോണ്ട് ടു ടീച്ച് ഹിം ഹൗ ടു ഫ്ലൈ ആൻഡ് ടു എക്വിപ്പ് ഇറ്റ് ടു ഫേസ് ദ ചാലഞ്ചസ് ഓഫ് ലൈഫ്. അപ്പോൾ ജീവിതത്തിൻ്റെ ചാലഞ്ചസ് എന്താണ്? പ്രതിസന്ധികൾ. ആ പ്രതിസന്ധികൾ ഫേസ് ചെയ്യാൻ ഈ സീഗളിനെ പഠിപ്പിക്കണമായിരുന്നു. ഫോർ ദിസ് ബേർഡ് മസ്റ്റ് ഹാവ് കോൺഫിഡൻസ്, കറേജ് ആൻഡ് സെൽഫ് റിലയൻസ്. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെങ്കിൽ ബേർഡിന് എന്ത് വേണം? കോൺഫിഡൻസ് വേണം, കറേജ് വേണം, അതുപോലെ സെൽഫ് റിലയൻറ്റ് മീൻസ് എന്താണ്? സ്വന്തമായിട്ട് നിൽക്കാനുള്ള ആ ഒരു കപ്പാസിറ്റി അത് വേണം. ടു ഏൺ ഫുഡ് ഫോർ ഹിംസെൽഫ്, സ്വന്തമായിട്ട് ഫുഡ് കണ്ടുപിടിക്കാനുള്ള ഒരു വഴി വേണം. സോ ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ സീഗൾസ് പാരൻസ് ഇസ് ജസ്റ്റിഫയബിൾ. അതുകൊണ്ടാണ് സീഗളിൻ്റെ പേരൻസ് സീഗളിനെ ഒറ്റപ്പെടുത്തിയതിനെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്നത്. Now, your parents sometimes behave in the same manner. They may seem cruel and unrelenting. Does it mean that they do not love you? So നിങ്ങളുടെ പേരൻസും ചിലപ്പോൾ ഇതുപോലെ പെരുമാറിയിരിക്കാം. അതിനർത്ഥം they may seem cruel and unrelenting, അതായത് ഒറ്റപ്പെടുന്ന രീതിയിലും അതുപോലെ തന്നെ ക്രൂവലായിട്ടും ഒക്കെ പെരുമാറിയെന്നിരിക്കാം. അതിനർത്ഥം നിങ്ങളോട് ഇഷ്ടമില്ലെന്നാണോ? ഡസ് ഇറ്റ് മീൻ ദാറ്റ് ദേ ഡു നോട്ട് ലവ് യു? ആൻസർ: യുവർ പേരൻസ് സംടൈംസ് ബിഹേവ് ഇൻ ദ സെയിം മാനർ ആസ് ക്രൂവൽ ആൻഡ് അൺറിലൻറ്റിങ്. ക്രൂവലും അൺറിലൻറ്റിങ്ങുമായിട്ട് ചിലപ്പോൾ നിങ്ങളുടെ പേരൻസ് ബിഹേവ് ചെയ്തെന്നിരിക്കാം. ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ് ദേ ഡു നോട്ട് ലവ് us. അതിനർത്ഥം എന്താണ്? അവർ നമ്മളെ സ്നേഹിക്കുന്നില്ല എന്നല്ല. ഇറ്റ് ഈസ് ടു എക്വിപ്പ് us to face the challenges of life. ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ നേരിടാൻ നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഫോർ ദിസ് വി മസ്റ്റ് ഹാവ് കോൺഫിഡൻസ്, കറേജ് ആൻഡ് ബിക്കം സെൽഫ് റിലയൻറ്റ്. അപ്പോൾ ജീവിതത്തിൻ്റെ പ്രതിസന്ധി നേരിടാൻ നമുക്ക് എന്ത് വേണം എന്നാണ് പറയുന്നത്? കോൺഫിഡൻസും കറേജും അതുപോലെ സെൽഫ് റിലയൻറ്റ്, ഒറ്റയ്ക്ക് നിൽക്കാനുള്ള ഒരു കപ്പാസിറ്റിയും ആവശ്യമാണ്. 10. വാട്ട് പ്രോംപ്റ്റഡ് ദ യങ് സീഗൾ ടു ഫ്ലൈ ഫൈനലി? എന്താണ് യങ് സീഗളിനെ പറക്കാൻ പ്രേരിപ്പിച്ചത്? എക്സ്ട്രീം ഹങ്കർ മെയ്ഡ് ദ യങ് സീഗൾ ടു ടേക്ക് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. അപ്പം വിശന്നിരിക്കുമായിരുന്നു സീഗൾ, അല്ലേ? ഭക്ഷണമില്ലാതെ വിശന്നിരിക്കുന്നു. ആ എക്സ്ട്രീം ഹങ്കറാണ് ശരിക്കും സീഗളിനെ പറക്കാൻ പ്രേരിപ്പിച്ചത്. ദ സീഗൾ വാസ് സർവൈവിങ് വിത്തൗട്ട് എനി ഫുഡ് ഫോർ ദ പാസ്റ്റ് 24 hours. അപ്പം 24 മണിക്കൂറായിട്ട് ഫുഡില്ലാണ്ട് ആ സീഗളിൽ സർവൈവ് ചെയ്യുമായിരുന്നു. ഹിസ് മദർ ബേർഡ് ഹാഡ് എ പീസ് ഓഫ് ഫിഷ് ബിറ്റ്വീൻ ഹെർ ബീക്സ് ആൻഡ് ബിഗാൻ ടു ടിയർ ഇറ്റ്. ഹിസ് മദർ ബേർഡ് ഹാഡ് എ പീസ് ഓഫ് ഫിഷ്. അപ്പം മദർ ബേർഡിന് എന്തുണ്ടായിരുന്നു? മദർ ബേർഡിൻ്റെ കയ്യിൽ പീസ് ഓഫ് ഫിഷ് ഉണ്ടായിരുന്നു. ബിറ്റ്വീൻ ഹെർ ബീക്സിനിടയിൽ ചുണ്ടിൽ കൊത്തി പിടിച്ചിട്ടൊരു പീസ് ഓഫ് ഫിഷ് ഉണ്ടായിരുന്നു. ആ ഫിഷിനെ കാലുകൊണ്ട് എന്ത് ചെയ്യുമായിരുന്നു? അത് കീറി മുറിച്ച് ഇങ്ങനെ കാണിക്കുമായിരുന്നു ആ സീഗളിനെ. സീയിങ് ഫുഡ് അറ്റ് ഹിസ് മദേഴ്സ് ഫീറ്റ്, അമ്മയുടെ കാലിലെ ഫുഡ് കണ്ടതോടുകൂടി സീഗളിന് തൻ്റെ കൺട്രോൾ നഷ്ടമായി. ആൻഡ് ഹി ഡൈവ്ഡ് അറ്റ് ദ ഫിഷ്. അപ്പം ലോസ്റ്റ് ഹിസ് കൺട്രോൾ ആൻഡ് ഹി ഡൈവ്ഡ് അറ്റ് ദ ഫിഷ്. ഫിഷിൻ്റെ നേരെ ഡൈവ് ചെയ്ത് ചെന്നു.
11th question. Why was the young bird terrified? How did it overcome its fear? So, എന്തുകൊണ്ടാണ് ആ ബേർഡ് പരിഭ്രാന്തയായത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ പേടി ഓവർകം ചെയ്തത്? The seagull terrified because while he was diving at his mother to have the food, he falls downwards into the space. അപ്പം ഭക്ഷണവുമായിട്ട് നിൽക്കുന്ന അമ്മയെ കണ്ടപ്പോൾ അമ്മയുടെ അടുത്തേക്ക് ചാടി ചെന്നപ്പോഴത്തേക്കും അവൻ താഴോട്ട് വീഴുവാണ് ചെയ്തത്. ഹി ഫെൽറ്റ് ദാറ്റ് ഹിസ് ഹാർട്ട് സ്റ്റുഡ് സ്റ്റിൽ ആൻഡ് ഹി കുഡ് ഹിയർ നത്തിങ്. അവൻ എങ്ങനെയാണ് ഫീൽ ചെയ്തത്? തൻ്റെ ഹൃദയം നിലയ്ക്കുന്നതായിട്ട് അവന് തോന്നി, ഒന്നും കേൾക്കാൻ പറ്റാത്തതായിട്ട് തോന്നി. ദ നെക്സ്റ്റ് മൊമെൻറ്റ് ഹി ഫെൽറ്റ് ഹിസ് വിങ്സ് സ്പ്രെഡ് ഔട്ട്വേർഡ്സ്. പെട്ടെന്ന് തന്നെ അവൻ ചിറകുകൾ അവൻ പോലും അറിയാതെ ചിറക് വിരിച്ചു. ദ വിൻഡ് റഷ്ഡ് അഗെയിൻസ്റ്റ് ഹിസ് ബ്രസ്റ്റ് ഫെദേഴ്സ്, ദെൻ അണ്ടർ ഹിസ് സ്റ്റൊമക്ക് ആൻഡ് അഗെയിൻസ്റ്റ് ഹിസ് വിങ്സ്. അപ്പം ദേഹം മുഴുവൻ അവൻ്റെ നെഞ്ചിലെ തൂവലിലേക്കും അതുപോലെ വയറ്റിലേക്കും ചിറകിലേക്കും ഒക്കെ പെട്ടെന്ന് കാറ്റടിച്ചു വരുന്നത് പോലെ അവന് തോന്നി. ഹി കുഡ് ഫീൽ ദ ടിപ്സ് ഓഫ് ഹിസ് വിൻസ് കട്ടിങ് ത്രൂ ദെയർ. അവൻ എന്ത് ഫീൽ ചെയ്തു? തൻ്റെ ചിറകുകളുടെ അറ്റം കാറ്റിനെ കീറി മുറിച്ച് പോകുന്നതായിട്ട് അവന് തോന്നി. ഹി വാസ് നോട്ട് ഫാളിങ് ഹെഡ് ലോങ്. അവൻ താഴേക്ക് വീണില്ല. ദസ് ഹി ഓവർകം ഹിസ് ഫിയർ. അങ്ങനെയാണ് അവൻ്റെ പേടി, ദ ഫിയർ അല്ലെങ്കിൽ ഹിസ് ഫിയർ ആയാലും മതി. ദസ് ഹി ഓവർകം ദ ഫിയർ. അപ്പം അങ്ങനെയാണ് ആ പേടി അവൻ അകറ്റിയത്. തേർട്ടീൻത് ക്വസ്റ്റ്യൻ. വൈ കുഡിൻ ദ യങ് സീഗൾ സ്റ്റാൻഡ് ഓൺ ദ ഗ്രീൻ സീ? എന്തുകൊണ്ടാണ് യങ് സീഗളിന് ആ ഗ്രീൻ സീയിൽ നിൽക്കാൻ പറ്റാതെ പോയത്? ദ യങ് സീഗൾ കുഡിൻ സ്റ്റാൻഡ് ഓൺ ദ ഗ്രീൻ സീ ബിക്കോസ് ഹി വാസ് ടയേർഡ് ആൻഡ് വീക്ക് വിത്ത് ഹങ്കർ. എന്തുകൊണ്ടാണ്? കാരണം ആ സീകൾ ക്ഷീണിതനായിരുന്നു, വിശപ്പ് കൊണ്ടും അതുപോലെ തന്നെ വിശപ്പ് കൊണ്ട് അവൻ ക്ഷീണിതനായിരുന്നു. ആൻഡ് ഹി മേഡ് എ സക്സസ്ഫുൾ അറ്റംപ്റ്റ് ഫോർ ഫസ്റ്റ് ടൈം. രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ക്ഷീണിതനായത്. ഒന്ന് വിശപ്പ്, രണ്ട് അവൻ ആദ്യമായിട്ട് പറന്നു. ആ ക്ഷീണവും അവന് ഉണ്ടായിരുന്നു. ഹിസ് ഫീറ്റ് സാങ്ക് ഇൻ ടു ദ ഗ്രീൻ സീ. അവൻ്റെ കാല് സീയിലേക്ക് ആഴ്ന്നു പോയി. ആൻഡ് ദെൻ ഹിസ് ബെല്ലി ടച്ച്ഡ് ഇറ്റ്. അവൻ്റെ വയറ് കടലിൽ ടച്ച് ചെയ്തു. ആൻഡ് ഹീ സാങ്ക് നോ ഫാദർ. പക്ഷെ മുങ്ങിപ്പോയില്ല. അവൻ്റെ വയറ് ആ ഒരു കടലിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് അവൻ ഫ്ലോട്ട് ചെയ്ത് കിടന്നു. അപ്പം ഇതാണ് 13th ക്വസ്റ്റ്യൻ്റെ ആൻസർ. നൗ 14th ക്വസ്റ്റ്യൻ. ഡു യു തിങ്ക് ദാറ്റ് ദ ബേർഡ്സ് പാരൻസ് ലവ്ഡ് ഹിം? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആ ബേർഡ്സിൻ്റെ പാരൻസ് ആ ബേർഡിനെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു എന്ന്? വൈ? എന്തുകൊണ്ട്? യെസ്, യങ് സീഗൾസ് പേരൻസ് ലവ്ഡ് ഹിം വെരി മച്ച്. യങ് സീഗളിൻ്റെ പേരൻസ് യങ് സീഗളിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടായിരുന്നു. His mother bird shot a piece of fish and began to tear it in order to motivate the bird to fly. അപ്പം യങ് സീകളിൻ്റെ അമ്മ എന്ത് ചെയ്തു? അവനെ ഒരു പീസ് ഓഫ് ഫിഷ് കാണിച്ചു. അത് ഇങ്ങനെ കാല് വെച്ച് കീറി മുറിക്കുന്നതൊക്കെ കാണിച്ചു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു അത്? ഇൻ ഓർഡർ ടു മോട്ടിവേറ്റ്. ആ ഒരു ബേർഡിനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു, ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പറക്കാനായിട്ട്. വെൻ ഹി ബിഗൻ ടു ഫ്ലൈ ദ സീഗൾസ് മദർ സ്വൂപ്ഡ് പാസ്റ്റ് ഹിം മേക്കിംഗ് എ ലൗഡ് വോയിസ്. പക്ഷെ അവൻ പറഞ്ഞപ്പോൾ അമ്മ എന്ത് ചെയ്തു? ഓടി വന്നു അവൻ്റെ ചുറ്റും നിന്നു. അത് അമ്മയുടെ സ്നേഹം കാണിക്കുന്നു. ഹിസ് ഫാദർ ഫ്ലൂ ഓവർ ഹിം സ്ക്രീമിങ്. അച്ഛൻ എന്ത് ചെയ്തു? അച്ഛനും പറന്ന് അവൻ്റെ അടുത്തേക്ക് വന്നു കരഞ്ഞുകൊണ്ട്. ആൻഡ് ഹിസ് 2 ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ ഫ്ലൈയിങ് അറൗണ്ട് ഹിം സോറിങ് ആൻഡ് ഡൈവിങ്. അവൻ്റെ 2 ബ്രദേഴ്സും ഒരു സിസ്റ്ററും അവൻ്റെ അടുത്തേക്ക് പറന്നു വന്നു. അവർ ഡൈവ് ചെയ്തും ചുറ്റും പറന്നുമൊക്കെ അവൻ്റെ അടുത്തേക്ക് വന്നു. ദിസ് ഷോസ് ഹിസ് ഫാമിലീസ് ലവ് ടുവേർഡ്സ് ഹിം. ഇത് അവൻ്റെ കുടുംബത്തിൻ്റെ സ്നേഹം കാണിക്കുന്നു. They isolated him in the beginning only to teach him how to fly. അപ്പം ആദ്യം അവനെ ഒറ്റപ്പെടുത്തിയത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അവനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എങ്ങനെ പറക്കാമെന്ന്. ആൻഡ് ദെയർ ബൈ ടു എക്വിപ്പ് ഇറ്റ് ടു ഫേസ് ദ ചലഞ്ചസ് ഓഫ് ദ ലൈഫ്. അതുവഴി ജീവിതത്തിൻ്റെ ചലഞ്ചസ് അവനെ ഫേസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി കൂടിയായിരുന്നു. എങ്ങനെ നേരിടണം, ജീവിതത്തിലെ പ്രതിസന്ധികൾ എങ്ങനെ നേരിടണമെന്ന് അവനെ പഠിപ്പിക്കാൻ വേണ്ടി കൂടിയായിരുന്നു അവൻ്റെ പേരൻസ് ആദ്യം അവനെ ഐസൊലേറ്റ് ചെയ്ത് ഒറ്റപ്പെടുത്തിയത്.